PR ഏർപ്പെടുത്തി കൊടുക്കുന്ന വാചകങ്ങളായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ അടിക്കടി ആവർത്തിച്ചൊക്കെ വരുന്നുണ്ടല്ലോ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് അല്ല, രേവന്ത് റെഡ്ഡിയുടെ PR ആയിരിക്കും, അതിൽ തർക്കമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ G. സുധാകരന്റെ നടപടിയെ ചെറ്റത്തരമെന്ന് വിശേഷിപ്പിക്കുന്നു. നേരത്തെ പരനാറി, നികൃഷ്ടജീവി, TP ചന്ദ്രശേഖരനെ കുലം കുത്തി, അങ്ങനെ ആ നിലയിലുള്ള പരാമർശങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അതെ, അതിലൊരു ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇതല്ല, ഏതായാലും അതൊരു PR എന്നുള്ളതല്ല. പക്ഷെ രേവന്ത് റെഡ്ഡി നമ്മൾ ഇതിനകത്തെ വാക്കുകളും പ്രയോഗങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ രേവന്ത് റെഡ്ഡിക്ക് ചിലപ്പോൾ PR ഏജൻസിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെയോ ഏതെങ്കിലും സിനിമാ പ്രേമിയുടെ സഹായം ഉണ്ടായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് രേവന്ത് റെഡ്ഡിക്ക് ഈ നീ എന്ന് വിളിക്കുന്നതിലെ പ്രയോഗ പിശക് അദ്ദേഹത്തിന്റെ ഭാഷാപരമായി എന്താ അത് പിടിയിട്ടിട്ടുണ്ടാവില്ല. അത് ഉറപ്പായും ആരോ പറഞ്ഞു കൊടുത്താണ്. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി PR പറഞ്ഞു കൊടുത്താണെങ്കിൽ തന്നെ ഇലക്ഷന്റെ തലേന്നാൾ ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞു കൊടുക്കും PR. എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ലാതെ മാത്രമല്ല ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഈ പരാമർശം നടത്തുമ്പോൾ അതിന്റെ തീവ്രത എത്രയാണെന്ന് രേവന്ത് റെഡ്ഡിക്ക് അറിയില്ല എന്നത് നമുക്ക് കരുതാനേ വയ്യ. ഒരുപക്ഷെ ഞാൻ മുൻപ് പറഞ്ഞതിലെ പൊതുയോഗത്തിൽ പറയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറഞ്ഞതായിരിക്കും. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മുഖ്യമന്ത്രി ഔദ്യോഗിക ലെറ്റർ പാടിൽ അത് എഴുതി വിടുമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ സാധിക്കുന്നത്? മാത്രമല്ല അറിയാം, പക്ഷേ എങ്കിലും ഈ നീ എന്നുള്ള പ്രയോഗം അങ്ങേയറ്റം മോശമായി പ്രയോഗിക്കുന്നതാണെന്നും ഒരു വിളിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പ്രയോഗത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാണ്, ഞാൻ പ്രായമുള്ള പക്വ രാഷ്ട്രീയ നേതാവാണ്, ഞാൻ ആ രീതിയിൽ പ്രയോഗിച്ചാൽ ഞാൻ എന്റെ ഒരുപോലായി പോവില്ലേ എന്ന് പറഞ്ഞാൽ എന്തൊരു ഗ്രേസ് ആവുമായിരുന്നു. അതോടെ രേവന്ത് റെഡ്ഡി തീർന്നു. ആ അവസരം പിണറായി കളഞ്ഞു വിളിച്ചു വന്നാണ്. അല്ല, അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ആ രണ്ട് പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞല്ലോ, വാസ്തവത്തിൽ ഇത് തമ്മിൽ ഇതാണ് തീവ്രത കൂടുതൽ, മറ്റത് തീവ്രത കുറവാണെന്നൊന്നും പറയാനേ സാധിക്കില്ല. ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പോൾ പോ മോനെ വിജയ എന്ന് പറയുന്നതിന്റെ ഇപ്പോൾ നാട്ടിന് പുറത്തൊക്കെ അത് ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ് ഡാഷ് മോനെ രേവന്ത് എന്ന് ഉപയോഗിച്ചതിലുമുള്ളത്. ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ അത് അല്പം നർമ്മം കലർത്തി പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അശ്ലീലം അല്ലാതാകുമോ? ഇല്ല, പോ മോനെ വിജയ എന്നുള്ളത് സ്നേഹത്തോടെ വിളിക്കുന്നതല്ല. അതിന്റെ അർത്ഥം ഒന്നാണ്. അതിന്റെ പിന്നിൽ മറ്റൊരു നമ്മൾ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു മോശം പരാമർശം അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തന്നെയുള്ളൂ രേവന്ത് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? കാര്യം നീ പോ മോനെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതും ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതിന് അത് ശുദ്ധമായ അശ്ലീലം മറിഞ്ഞു കിടപ്പുണ്ട്. ഗോപികൃഷ്ണൻ മാത്രമല്ല എനിക്ക് കാര്യം കൂടി സിത പറഞ്ഞതിൽ നിന്ന് അല്ല, അതെ സമയം തന്നേക്കാം, ഞാൻ തന്നേക്കാം. അല്ല, അത്തരം ഒരു സമീകരണത്തിന്റെ കാര്യമേ ഇല്ല. മാത്രമല്ല, നീ പോ മോനെ ദിനേശ എന്ന് നാട്ടിൻ പുറത്തായാലും പറയുന്നത് അത് അങ്ങ് പൊയ്ക്കോ എന്നുള്ള എതിരാളികൾ തമ്മിലുള്ള കാര്യത്തിലാണല്ലോ. നീ പോ മോനെ ദിനേശ, നീ എനിക്കൊത്ത എതിരാളിയല്ല എന്നുള്ള ഇതാണ്. അതിനെ നമ്മൾ ആ നിലയിലാണ് അത് കാണുന്നത്. വ്യംഗ്യാർത്ഥമുണ്ടോ? വ്യംഗ്യാർത്ഥമില്ല. നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ഉപയോഗിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. എനിക്കൊത്ത എതിരാളിയല്ല, എനിക്കൊത്ത എതിരാളിയല്ല നീ എന്നുള്ള അർത്ഥത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.